ആദൻ നബി മുതൽ മുഹമ്മദുർ റസൂലുള്ള വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച, അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങൾ മുഴുവനും രത്നച്ചുരുക്കം എന്താണെന്ന് ഒറ്റ വാചകത്തിൽ പറയാൻ നമ്മോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ പറഞ്ഞാൽ മതി, എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സഹോദരന്മാരെ, ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടോ ഉൾക്കൊണ്ടിട്ടുമാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു വാടക കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പറയുന്ന ഒരു മുസ്ലിയാരായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ 2012 മുതൽ ഇദ്ദേഹം പറയുന്നതും 2012 ഇയാൾ മനസ്സിലാക്കി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ രണ്ടും രണ്ടാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു പുതിയ 2012 പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതി മുവഹിദുകൾക്കെതിരിൽ ശിർക്ക് ആരോപിക്കുന്ന ഒരു രംഗം അത് നമുക്ക് കാണാം. അതിനുശേഷം അതൊക്കെ നമ്മൾ വിശദീകരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പഴയ നിലപാടും പുതിയ നിലപാടും അവിടെ തന്നെ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ആദം നബി അലൈഹി സ്വലാം തൊട്ട് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ രത്നച്ചുരുക്കമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന്. എന്നാൽ ആ ഇയ്യാക നസ്തഈൻ്റെ രത്നച്ചുരുക്കം പൂർവികരായ സച്ചരിതരായ സലഫുകൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും സ്വീകരിച്ചാചരിക്കുകയും ചെയ്ത അതേ അർത്ഥതലത്തിൽ നമ്മൾ നാളിതുവരെ പുലർത്തിപ്പോന്ന ആ ആദർശത്തിലാണോ ഇന്ന് ഈ മുസ്ലിയാർ നിലകൊള്ളുന്നത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ മുവഹിദുകൾക്കെതിരിൽ ഈ ആയത്തോതിയിട്ട് പണ്ട് അലിമുല്ലയും കരിബിലാക്കലും അബ്ദുസ്സലാം സുല്ലമിയും ഒക്കെ എങ്ങനെയാണോ ശിർക്ക് ആരോപിച്ചത് അത് അതേ രൂപത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വള്ളിപുള്ളി തെറ്റാതെ അലിമൊല്ല എന്ന് പറയുന്ന ആള് മാറിയിട്ട് അനസ്മൊല്ല എന്ന് ആയി മാറി എന്നല്ലാതെ ആ നാവും ആശയവും അതൊക്കെ ഒരേ ട്യൂണാണ്. അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ, നമുക്കതിന് ശേഷം വിശദീകരിക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ കിതാബ് ഓതി പഠിച്ചെത്തേണ്ടത് ജിന്നോട് സഹായം തേടിയ ശിർക്കല്ല, മരിച്ചവരോട് സഹായം തേടിയ ശിർക്കല്ല എന്ന് പറയുന്നിടത്തല്ല. എല്ലാ കിതാബും ഓതി വരുമ്പോൾ എവിടെ എത്തണം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നിടത്തെത്തണം. മുസ്ലിയാരെ, കിതാബ് ഓതിയാലും ശരി ഓതിയിട്ടില്ലെങ്കിലും ശരി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഇസ്തിആനത്ത്, ആ ഇസ്തിആനത്ത് സൃഷ്ടികളിൽ ആരിലേക്ക് തിരിച്ചാലും, ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലേക്ക് പോയാലും മരണപ്പെട്ടവരോടാണെങ്കിലും ഇനി ജിന്നാണെങ്കിലും ശരി മലക്കാണെങ്കിലും ശരി ഏത് മഖ്ലൂക്കാണെങ്കിലും ശരി അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്ന് ഞങ്ങളാരും ഇതുവരെ വാദിച്ചിട്ടില്ല, അങ്ങനെ വാദിക്കുകയുമില്ല. അങ്ങനെ അത് ശിർക്കല്ല എന്നൊരു വാദം ഞങ്ങളെപ്പോലുള്ള മുജാഹിദുകൾക്ക് ഒരു സെക്കൻഡ് പോലും ഇതുവരെ നമ്മളാരും അത് പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അതൊക്കെ അങ്ങനെ വിസ്ഡം വിഭാഗം അങ്ങനെ പറയുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അലിമല്ല പണ്ട് KNM-നെതിരിൽ പറഞ്ഞപ്പോൾ അന്ന് നിങ്ങളത് കൃത്യമായി വിശദീകരിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു. അത് ആളുകളെ ബോധ്യപ്പെടുത്തിയ വ്യക്തിയാണ് താങ്കൾ. എന്നിട്ട് ഇപ്പോൾ അലിമല്ലയും കരിമ്പലാക്കലും എടുക്കുന്ന പണി നിങ്ങളെടുത്താൽ ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ബോധ്യപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങളെപ്പോലൊരു മൂഢൻ ആരുണ്ട് മുസ്ലിയാരെ? അതുകൊണ്ട് ഇവിടെ ഈ മുസ്ലിയാർക്ക് വിസ്ഡം വിഭാഗം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറയുന്ന ഇസ്തിആനത്ത് ജിന്നിലേക്ക് തിരിച്ചാൽ ശിർക്കല്ല എന്നാണ് നമ്മുടെ വിസ്ഡം വിഭാഗത്തിൻ്റെ വാദം എന്ന് ആളുകളെ ബോധപൂർവം കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഇയാൾ നടത്തുന്ന ചില അധര വ്യായാമങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേൾക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ തുടർന്ന് വരുന്ന വാക്കുകളും ആ പദപ്രയോഗങ്ങളും അതിൻ്റെ ലഫ്ലുകളൊക്കെ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കൊണ്ടു. എത്ര ബോധപൂർവമാണ് ഇയാൾ ആളുകളെ കബളിപ്പിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏത് സാധാരണക്കാരനും അത് മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ. ഇനി ഇവർ പറയുന്ന വാദം പോലെയാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മൾ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. മരിച്ചവരോട് സഹായം തേടിയാൽ ശിർക്കല്ല, ജിന്നിനോട് സഹായം തേടിയാലും ശിർക്കല്ല, മരിച്ചവരോട് സഹായം തേടിയാലും ശിർക്കല്ല. അപ്പൊ അവിടുന്ന് പോയി കല്ലിനോട് സഹായം തേടിയാലും ശിർക്കല്ല. പക്ഷെ മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കല്ലാത്ത കാര്യം ചോദിച്ചാൽ കല്ലിനോട് ചോദിച്ചാലും ശിർക്കല്ല. കേട്ടല്ലോ സഹോദരന്മാരെ, എത്ര ലാഘവത്തോടെയാണ് ഇദ്ദേഹം ഇത്ര ഗുരുതരമായ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലും ഇദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് ആ വാചകഘടന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയട്ടെ. അദ്ദേഹം പറയുന്നത് ഇവരുടെ വാദം നമ്മളൊന്ന് സങ്കല്പിക്കുക.
ആരുടെ? വിസ്ഡം വിഭാഗത്തിൻ്റെ വാദം നമ്മളൊന്ന് സങ്കല്പിക്കുക. നമ്മൾ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. എന്നിട്ട് തൊട്ടുടനെ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല, മരിച്ചവരോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്നൊക്കെ ഇങ്ങോട്ട് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറയുന്ന ഇസ്തിആനത്ത് ആണ് ജിന്നിനോട് നടത്തിയാൽ ശിർക്കല്ല എന്ന് വിസ്ഡം വിഭാഗം പറയുന്നത് ഏതുപോലെ മരണപ്പെട്ടു പോയവരോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് സമസ്തക്കാർ പറയുന്നത് പോലെ. നഊദു ബില്ലാഹ്, എന്തൊരു മാത്രം ക്രൂരതയാണ് ഇദ്ദേഹം ചെയ്യണത്. ഈ നാവും പല്ലും ഉപയോഗിച്ച് സത്യവിശ്വാസികളുടെ പച്ചമാംസം കടിച്ചു തിന്നലാണ് മുസ്ലിയാരെ നിങ്ങൾക്ക് നല്ലത്. എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ പണി ചെയ്യുന്നത് മുസ്ലിയാരെ? അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഞങ്ങളുടെ പച്ചമാംസം കടിച്ച് തിന്നോളൂ നിങ്ങൾ. എന്നാൽ എന്തതിന് ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങൾക്കൊരിക്കലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഇസ്തിആനത്ത് ജിന്നിനോടെന്ന് മാത്രമല്ല മനുഷ്യരോട് നടത്തുന്നതും, അത് ഏത് മനുഷ്യൻ കൺമുമ്പിലുള്ള മനുഷ്യരോട് നടത്തുന്നതും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറയുന്ന ഞങ്ങളോടാണോ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിലെ ഇസ്തിആനത്ത് ജിന്നിനോട് നടത്തിയാൽ ശിർക്കല്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞോ മുസ്ലിയാരെ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്? ഇങ്ങനെ ഒരു വാദമുള്ളവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇങ്ങനെ ഒരു വാദമുള്ള ഒരാൾക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ചോദിക്കുന്ന മുസ്ലിയാരെ, എങ്ങനെയുള്ള വാദം? നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് കളവ് പറഞ്ഞിട്ട് ഇവരുടെ വാദമൊന്ന് സങ്കല്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതിയിട്ട് ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല, മരിച്ചവരോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാദം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ വാദമുള്ള ഒരാൾ ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിക്കുന്നത് ഒരു കേവലം നിങ്ങളുടെ മനസ്സമാധാനത്തിന് ചില സംതൃപ്തിക്ക് വേണ്ടി ഉപകരിക്കുമെന്നല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിൽ പറയുന്ന ഇസ്തിആനത്ത് ഏത് സൃഷ്ടിയോട് നടത്തലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല എന്ന് ഒരാളും ഇവിടെ വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. അതുകൊണ്ട് ഇവിടെ സത്യസന്ധമായി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതാൻ ഞങ്ങൾക്കേ ധാർമ്മികമായി അവകാശമുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അത് പൂർവികരായ സലഫുസ്സാലിഹികൾ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിയവരാണ് മുജാഹിദുകളായിട്ടുള്ള വിസ്ഡം മുജാഹിദുകൾ. എന്നാൽ നേരെ മറിച്ച് കേരള നവമടവൂരികൾക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതാൻ ധാർമ്മികമായി അവകാശമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇത് കേവലം വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല. നേരെ മറിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിൽ നിന്ന് ഇസ്തിസ്ന ഉണ്ട് മനുഷ്യർക്ക് എന്ന് വാദിക്കുന്നവരാണ് ഈ അഭിനവ ഖേന്നമുകാർ അഥവാ നവമടവൂരികൾ. ഇതൊക്കെ നമുക്ക് ഇവിടെ ഓരോന്നായി നമുക്ക് ഇൻഷാ അല്ലാഹ് വസ്തുനിഷ്ഠമായി നമ്മൾ ഇവിടെ അത് സമർത്ഥിക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പായി ഈ മുസ്ലിയാർ 2012 മുമ്പ് അമ്പലക്കടവിനും അലിമുല്ലക്കും കരിമ്പുലാക്കലിനുമൊക്കെ അന്ന് മറുപടി കൊടുത്ത ആ മറുപടിയിൽ വിജനമായ മരുഭൂമിയിൽ ഒച്ചത്തിൽ വിളിച്ചു പറയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിമകളെ എന്നെ സഹായിക്കൂ. ആ സഹായിക്കൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജിന്നുണ്ടെങ്കിൽ, മലക്കുണ്ടെങ്കിൽ, മനുഷ്യനുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അടിമകളെ എന്ന് വിളിച്ചാൽ എന്തില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല, ശിർക്കല്ല എന്ന് ഈ മുസ്ലിയാർ പറയുന്നു. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കേട്ടില്ലേ സഹോദരന്മാരെ, അന്ന് അമ്പലക്കടവ് ഫൈസിക്ക് ഈ അനസ് മുസ്ലിയാർ കൊടുത്ത മറുപടിയാണ് നിങ്ങൾ ഈ കേട്ടത്. ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു, അവിടെ വെച്ചിട്ട് വിളിച്ചു പറയാണ്,
ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാൻ. ആരെ ഉദ്ദേശിച്ചിട്ടാണ് ആ വിളിക്കുന്നത്? ജിന്നിനെ ഉദ്ദേശിച്ചാലും മനുഷ്യനെ ഉദ്ദേശിച്ചാലും മലക്കിനെ ഉദ്ദേശിച്ചാലും അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല. അഭൗതികതയില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളൊരു ചോദ്യമല്ല അത് എന്ന്. അതിൽ തെറ്റില്ല. എന്താ തെറ്റതില്ല എന്ന് അയാൾ ചോദിക്കണമെന്ന്. എന്നിട്ട് മാത്രമല്ല, അതിൽ നിന്ന് എങ്ങനെയാണ് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ അന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഖുർആനിലില്ലേ? കിതാബൊക്കെ ഈ അനസ് മുസ്ലിയാർ ഓതിയിട്ടില്ലേ? ആദ്യ പ്രവാചകൻ തൊട്ട് അന്തിമ പ്രവാചകൻ വരെയുള്ള പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ചുരുക്കം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ആണെന്ന് അന്ന് ഈ അനസ് മുസ്ലിയാർക്ക് അറിയില്ലേ? കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അറിയില്ലേ? KNM അറിയില്ലേ? എന്നിട്ടും എന്തേ അനസ് മുസ്ലിയാർ അന്ന് അമ്പലക്കടവിന് അഥവാ മരണപ്പെട്ടു പോയവരോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് പറയുന്ന അമ്പലക്കടവിനോട് ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് മറുപടി പറഞ്ഞ പിന്നെ ഈ അനസ് മുസ്ലിയാർക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? കാരണം ഈ അനസ് മുസ്ലിയാർ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദത്തോടെ KNMന്റെ വേദികളിൽ തൗഹീദ് പറയാൻ കെട്ടിക്കൊടുത്ത വേദിയിൽ വെച്ചിട്ട് ബോധപൂർവം മരുഭൂമിയിൽ അകപ്പെട്ട വ്യക്തി അള്ളാഹുവിൻ്റെ അടിമകളെ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല, ശിർക്കല്ല എന്ന് മറുപടി പറഞ്ഞത് ബോധപൂർവം കളവ് പറഞ്ഞതാണെന്നല്ലേ നിങ്ങൾ പറയണത്? കാരണം അമ്പലക്കടവിനും അലിമദനിക്കും അലിമൊല്ലക്കൊക്കെ നമ്മൾ മറുപടി പറയുമ്പം അത് നമ്മുടെ വാദമല്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതെൻ്റെ വാദമായിരുന്നില്ല, അതൊക്കെ ഞാൻ മറുപടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് അവരുടെ മറുപടിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നൊരു കാര്യം പങ്കു ചേർക്കലല്ല എന്ന് ബോധപൂർവം പറഞ്ഞാൽ നഊദു ബില്ലാഹ്, നിങ്ങൾ ചെയ്ത ക്രൂരത എത്രയാണ്! ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഇങ്ങനെ സാധിക്കുമോ മുസ്ലിയാരേ? അള്ളാഹുവിനെ ഈ രൂപത്തിൽ ശിർക്കാകുന്നൊരു കാര്യം അറിഞ്ഞുകൊണ്ടൊരു വ്യക്തി അത് ശിർക്കല്ല എന്ന് പറയുന്നുവെങ്കിൽ അത് നിങ്ങളല്ലാതെ ഭൂമി മലയാളത്തിൽ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാകുമോ? അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ പഴയ തൗഹീദിലേക്ക് തിരിച്ചു വരണേ. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപുകയായിരിക്കും. പരലോകത്ത് നിങ്ങൾ വിരല് കടിക്കുന്നൊരു ദിവസം വരാതിരിക്കാൻ അതിനു വേണ്ടിയാണ് നമ്മൾ നിങ്ങളോട് ഈ ഉണർത്തൽ നസീഹത്തോടെ ചെയ്യുന്നത് മുസ്ലിയാരെ. ഇവിടെയുള്ള എല്ലാ പ്രതാപങ്ങളും നഷ്ടപ്പെടുന്ന ഒരു ദിവസം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കേണ്ട ഒരു ദിവസത്തെക്കുറിച്ച് ഓർത്തിട്ടെങ്കിലും ഈ പറഞ്ഞ അപരാധങ്ങളും ഈ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുകൾക്കൊക്കെ ഒരു അറുതി വരാനുണ്ടെന്നും നാളെ പരലോകത്ത് നാളെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ മുഖത്ത് നോക്കണമെന്നത് ഓർത്തുകൊണ്ടും നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണേ മുസ്ലിയാരേ.